ഞാൻ തന്നെയാ. അല്ല പറഞ്ഞോളൂ. ആരാ മാവേലിയല്ലേ? ഇതെന്താ സംശയം? സംശയമുണ്ട്. ശരിക്കുള്ള മാവേലിയാണോ അതോ AI ആണോ? അതെ. അല്ല അതല്ല, അത് ഈ 90 കിഡ്സ് പിന്നെ ന്യൂജൻ പിടിച്ചു നിക്കണ്ടേ. ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു വന്നപ്പോണ്ട് ആരാ എന്നുള്ള ചോദ്യാ. അപ്പോ പിള്ളേർക്ക് ഈ 90 കിഡ്സ് ഒക്കെ കഴിഞ്ഞ് ജെൻസിനൊപ്പം ഒന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചു. ഇതിപ്പോ കോക്രോച്ചോണാ? അതെ, കോക്രോച്ചോണാണ്. സൂക്ഷിക്കുക. അതെ, മൊത്തം കരലാണ്. അപ്പോ കാലം മാറി. പണ്ടൊക്കെ കാണം വിറ്റും എന്താണ് ഓണോട്, ഇപ്പൊ കാണ ഇല്ല. ആണൊക്കെ പോയി. നാണം വിറ്റു ഓണാണ്. ഇപ്പൊ നാണോ ഇല്ല, കാണോ ഇല്ല, ഒന്നുമില്ല. കരിക്കുലം വിറ്റു. അതും അങ്ങോട്ട് വിറ്റു. ഒക്കെ വിറ്റു. ഞാൻ നോമിങ്ങനെ ഓർത്ത് പോവാണേ. ഈ പഴയ കാലത്ത് നോമിങ്ങനെ വരുമ്പോ പൂവേ പൊലി ഇപ്പൊ പൂല പൊലിയില്ല. പണ്ടങ്ങ് വരുമ്പോ അങ്ങനെയല്ല. പണ്ടങ്ങ് വരുമ്പോ ആറാപ്പ് ഇപ്പോഴോ വാട്സാപ്പ് പോസ്റ്റ് ഇടറാ മാത്രം പോരാ. മാവേലി വെറും പോസ്റ്റായി. ആൾക്കാരൊക്കെ പോസ്റ്റ് വരും. ഇപ്പൊ നോമിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാ ഇങ്ങനെ നടന്നു പോകുമ്പോ തുണിക്കടയുടെ മുൻപിലെ ഓഫറാണ് ഇത്രേ ഓഫർ. പിന്നെ എങ്ങനെയാ കർക്കിടകാവുമ്പോ തന്നെ ഓണായി. അല്ല, ആദ്യത്തെ ഓഫർ നാളെ വാമനാണ് അല്ലേ? വാമനാണ്. വലിയ ഓഫർ അങ്ങോട്ട് വെച്ച ഓഫർ ഇങ്ങോട്ട് ഇരട്ടി വന്നു. ആ ഓഫർ ഇപ്പൊ നാട്ടുകാരെ കുഞ്ഞടി മണ്ണ് 3 വല്യടി മണ്ണായി. അല്ല, ആ ഓഫർ ഇപ്പൊ നാട്ടുകാർക്ക് കൊടുത്തോണ്ടിരിക്കുക. കാലം മാറി. ഞാൻ ഓർക്കണോ അങ്ങടെയൊക്കെ ആ ചെറുപ്പകാലത്തുള്ള ഓണം അപ്പൊ അങ്ങേക്ക് അറിയാലോ. എന്നാലും നോമിന് അറിയാനൊരു ആഗ്രഹം. മഹാബലി കാലാതീതനാണല്ലോ. കാലിനതീതനാ. കാലിനൊന്നും ചെയ്യാൻ പറ്റില്ല മഹാബലി. പക്ഷെ കാലം മാറി. പപ്പടം കിട്ടിയില്ല ഈ പോലെ മടി ഉണ്ടാക്കണ നാടാണത്രേ. പപ്പടയില്ല, പടമില്ല, പാമ്പിന് പടയില്ല, പപ്പടമില്ല. ഓണത്തിന് പക്ഷെ പടമുണ്ട്. പക്ഷെ അതും ഇപ്പൊ കാണാൻ ആരും ഇല്ലാന്ന് കേട്ടെ. പടം കാണാൻ ആളില്ല. പടം പിരിച്ചാലും ആളില്ല. ഞാനും കാണാനും. ഈ പടാന്ന് കേട്ടു കൊറേ നാളായിട്ട് കേരളത്തിലെ ഈ പടം സൂപ്പടം അല്ലേ? അത് കൊറേ പടങ്ങളൊക്കെ പടായിന്നും കേട്ടു. ഒക്കെ പാമ്പാ. ഒക്കെ പടായി. പടം പിരിച്ച പാമ്പുകളെ. ഞാനോട് ബീവറേജ് കയറിയ പിന്നെ പാമ്പാത്ര. അതെ, ചിങ്ങമാസം 1-ാം തീയതി മുതൽ ഇങ്ങനെ പാമ്പാവും. അങ്ങനെ പാമ്പായി എഴഞ്ഞ് കേരളം എഴഞ്ഞു മുന്നോട്ട്. അതിനൊരു തടസ്സമില്ല. ഇഷ്ടം അല്ല, പാവാളല്ലേ നാഗലോകം. അവിടെ അല്ലേ പാമ്പുകള്. പക്ഷെ അവിടത്തെ പാമ്പ് മാന്യന്മാരായ പാമ്പാണേ. ഇവിടെ പാതാളത്തിലെ പാമ്പുകൾ കടിക്കല്ല, വിഴുങ്ങുള്ളൂ. പക്ഷെ അതില് വലിയ പാമ്പ് കിട്ടിയിട്ട് ഇവിടെ ആകെ വിഴുങ്ങും. ഇവിടെ മൊത്തം വിഴുങ്ങലാണല്ലോ. മൊത്തം ദൈവത്തെ വിഴുങ്ങും. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ദൈവം വിഴുങ്ങികളുടെ സ്വന്തം നാട്. അങ്ങനെ പിന്നെ അസുര ചക്രവർത്തിയുണ്ട്. അസുര വിഴുങ്ങികളുടെ നാട് ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചിലർക്ക് അങ്ങോട്ട് ഇടിക്കേണ്ടി കിടക്കും. ഓമൻ അടുത്ത വർഷം വരണ്ടാണേ. ഇതോടുകൂടി തീരണ്ട. അപ്പൊ എളുപ്പമുണ്ടോ വഴിയില്? കുഴി വിഷമുണ്ടോ? ഒന്നും പറയണ്ട. പാതാളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാ കുഴി താളം ഓണത്തിന് താളം ഇങ്ങനെയാണ്. പാതാളത്തില് പാതാളം. അങ്ങനെ പറയണ്ട. പാതാളം ഒരു താളമാണ്. അവതാളം ഒരു താളമാണ്. മുത്താളം ഒരു താളമാണ്. ലക്ഷ്മി താളം, കുംഭതാളം, താളം, കുണ്ടതാളം. മനുഷ്യൻ തന്നെ ജീവിതം ഒരു താളത്തിലായിരുന്നു പോയത്. താളം തെറ്റി. ഒരുത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റി എന്ന് പറഞ്ഞാ അവൻ. പക്ഷെങ്കിലേ നമ്മുടെ ഭക്ഷണ സംസ്കാരം തന്നെ മാറിയിരിക്കണോ? ഭക്ഷണ സംസ്കാരം ഞാൻ ചെന്നപ്പോ മന്തി, കിന്തി, കുന്തി അതുള്ളൂ. അത്ര ഉള്ളോ? റോട്ടിൽ നടന്നു പോകുമ്പോ ആ കിടന്നത് അത് മാത്രമേ ഉള്ളൂ. ചട്ടി ചിട്ടി ചട്ടി ചോറ് അത്ര ഉള്ളൂ. കുഴിമന്തി റോട്ടിലെ കുഴി തന്നെ. കുഴിമന്തി തന്നെയാണ്. മിന്നലാണ്, മിന്നൽ പ്രളയം. അങ്ങനത്തെ പ്രശ്നമുള്ളൂ. അപ്പൊ മൊത്തം അങ്ങോട്ട് കേരളം മാറിയോന്നൊരു സംശയം. മാറി. മനുഷ്യന്റെ സ്വഭാവം അങ്ങോട്ട് മാറിയോ? പണ്ടേ മാറി. പക്ഷേ മാറി. റോട്ടിലൂടെ നടക്കാൻ പറ്റില്ല. എന്താ വെച്ചാല് സുനകൻ മാതാപിതാ ഗുരു ദൈവല്ല. മാതാപിതാ ഗുരു ശല്യം. അത് തന്നെയല്ല സുനകൻ. അത് നടക്കാൻ പറ്റില്ല. നടന്നു കഴിഞ്ഞാ അപ്പൊ ചാടി വീഴായി. സാരമേയും പട്ടിക്ക് സാരമേയെന്നാണ്.
ഓമന്റെ ചന്തിയിലേക്ക് ഒരു നോട്ടം. ഞാൻ പറഞ്ഞു ചുനകാ വേണ്ട ബാധ 10 ദിവസത്തേക്ക് എടുക്കണം. അതിപ്പോ എവിടെ കടിച്ചാൽ വട്ടത്തിലാണത്രേ. ഭ്രാന്തൻ നായയുടെ പല്ലിനു ശൗര്യം പണ്ടേക്കാളെ ഫലിക്കുന്നുണ്ട് എന്ന് കുഞ്ഞാമ്പ്യാർ മാറ്റി വരും. ഭ്രാന്തൻ നായയുടെ പല്ലിനു ശൗര്യം അല്ലെങ്കിൽ ഭ്രാന്തൻ നായയുടെ കടിയുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നുണ്ടേ, പണ്ടത്തേക്കാൾ ഫലിക്കുന്നുണ്ടേ. നമ്മുടെ സദ്യയെ കുറിച്ചൊക്കെ പറഞ്ഞ നോമിന് ഭയങ്കരമായൊരു വിഷമമുണ്ട്. പണ്ടത്തെ കാലത്ത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന സദ്യവട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി അവയില് തോരൻ അല്ലേ. വേറൊരു കാര്യണ്ട്, പണ്ട് അങ്ങ് വരുമ്പോ കൊല്ലത്തിലേക്കല്ലേ വരുള്ളൂ. അതെ, ആളുകൾ ദൂരദേശത്ത് പോയ മലയാളികൾ പ്രവാസികളെല്ലാം വീട്ടിലേക്ക് വരുമ്പോ ആഘോഷിക്കാം. ഇപ്പൊ അങ്ങ് വരുന്നത് കേട്ടാ വീടൊക്കെ അടച്ചുപൂട്ടി വേറെ സ്ഥലത്തേക്ക് ടൂർ പോവാണേ. അപ്പൊ മാവേലി നാട്ടിൽ നിന്ന് വേറെ നല്ല ടൂർ പോകും. പോയിട്ടുണ്ടോ? അതന്നെയല്ല. വരുമ്പത്തേക്കും എല്ലാ സ്ഥലത്തും എഴുതിയേക്കണേ 5 പേർക്കുള്ളത് 2500, 6 പേർക്കുള്ളതിന് 3500. അപ്പൊ നോമിനൊരു സംശയം, ആർക്കാണാവോ ഈ 6ഉം 10ഉം എല്ലാം അവിടെ എങ്ങനെ എത്ര കിറ്റോണ മാത്രേ. അപ്പൊ കിറ്റ് മേടിക്കുക, കിറ്റോണം കഴിച്ച് അപ്പൊ എന്നെ കിക്കോണമായി. അതാണ് മലയാളിയുടെ അവസ്ഥ അല്ലേ. കിക്കും മാവേലി കിക്ക് ഇത് ഒരു താഴ്ത്തിക്കിട്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കാര ശൈലികള്, സംസ്കാര ചിന്തകള് എല്ലാം അങ്ങോട്ട് മാറിയിരിക്കണു. മനുഷ്യന്റെ സ്വഭാവം മാറിയോ എന്നൊരു സംശയം. സ്വഭാവം അവനവന്റെ ഭാവം, അവനവന്റെ ഭാവം മാറി പരഭാവമായി. സ്വഭാവം ഇല്ല, പരഭാവം പാരഭാവം, മറ്റുള്ള പാരവില്ല. അത് മാത്രമേ മാറി. എന്തിനേതിനെ പേടിയില്ല. ഇതൊക്കെ നാടു വാഴാത്ത കാലം മനുഷ്യരെല്ലാരും പാര പോലെ. മാവേലി നാടു വാണാത്ത കാലം മനുഷ്യരെല്ലാരും പാര പോലെ. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒന്ന് വിലങ്ങനെ പരേ ഒന്നും നിന്നെ കാണാൻ പാടില്ല. എങ്ങനെയാണ് പഴയ ഓർത്തഞ്ഞെടുത്തപ്പോ പാരാസൈക്കോളജി, പാരാമെഡിക്കൽ നോമിന് പഴയ ആ ഒരു ഓർമ്മയെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് പണ്ടത്തെ ഇത് ഏതെന്നറിയില്ല, ഒരു ന്യൂജൻ ചക്കർ ഇങ്ങനെ വെച്ചോണ്ട് പോകുമ്പോ ഞാൻ ചോദിച്ചോ കണ്ണ് മുഴുവൻ ചീഞ്ഞിലിരിക്കുക. ഒരു സിനിമയിലെ ഡയലോഗാണ്. ഓം വന്നപ്പോ ടിവിയിൽ കേൾക്കണു കണ്ണ് മുഴുവൻ ചീഞ്ഞിലിരിക്കുകയെന്ന്. അപ്പോ ചോദിക്കട്ടെ, ഇപ്പോ നമ്മുടെ ഭക്ഷണ സംസ്കാരം അങ്ങോട്ട് മാറി, വസ്ത്ര സംസ്കാരം മാറി. അകത്തിടുന്നത് പുറത്തിടും. അപ്പോ ഇവിടെ നമുക്ക് വസ്ത്രത്തെ കുറിച്ച് ഒക്കെ കേൾക്കണ്ട്. ഇവിടെ വന്നപ്പോ ഇവിടെ നിറയെ എഴുതി വെച്ചിരിക്കണു. ദൈവത്തിന്റെ സ്വന്തം നാട്, സ്വന്തം ഗ്രാമം തിരുവില്ലാമല, നെയ്ത്ത് ഗ്രാമം എന്നൊക്കെയാ കേട്ടേക്കണേ. ഇത് വീക്കെൻഡ് സ്വന്തം ഗ്രാമം കൂടിയാണ് തിരുവില്ലാമല. അപ്പോ നോമിനൊന്ന് കാണുന്ന ഒരു ആഗ്രഹം. വസ്ത്രം വേണം, തുണി വേണം, തുണി കൊടുക്കണം. തുണിയുണ്ട്, കളർഫുള്ളാണ്. ശരി കേട്ടോ, അടിപൊളി. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? പോവാം, നടക്കാം. നമസ്കാരം, തിരുവില്ലാമലയ്ക്ക് സ്വാഗതം. രണ്ടാളുണ്ടല്ലോ. സ്വാഗതം. പക്ഷെ ഞങ്ങളിപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് പഴയ കർഷക വൃത്തിയുടെ കലപ്പ ട്രാക്ടറിന്റെ പ്രാഗ്രൂപം. നിലക്കണ്ണാടി തിരുവോടെ കണ്ടോളെ. നീ ഞാൻ തന്നെയല്ലേ? പാദത്തിൽ കണ്ണാടി. കോമരം തമ്പുരാൻ കോമരാവാറുണ്ടോ? ഓമ ഇടയ്ക്കൊക്കെ എങ്ങനെ കോമരാവും. ഇതുപോലെയൊക്കെ ആളുകൾ കൂടെ ഉള്ളപ്പോ ഭസ്മക്കോട്ട. ഇപ്പോഴോ ഈ കൈത്തറി എന്നൊക്കെ പറഞ്ഞ് കിട്ടണതൊന്നും അവിടെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടത്തെ എങ്ങനെയല്ല കേട്ടോ, കാണുമ്പോ കാണല്ലേ കണ്ടാ അല്ലേ. എന്താണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കേട്ടെ, നോമെന്ന് കേക്കട്ടെ. തിരുവല്ലാമല കൈത്തറിയുടെ കേന്ദ്രമാണ്. നെയ്ത്ത് ഗ്രാമം എന്നാണ് ഇതിന് പറയുന്നത്. നെയ്ത്ത് ഗ്രാമം. തിരുവേലി വേണമെങ്കിൽ കൊയ്ത്ത് ഗ്രാമം പോലെ നെയ്ത്ത് ഗ്രാമം പ്രധാന. വേണമെങ്കിൽ പാതാളത്തിൽ മേടിച്ചോണ്ട് നോമനെ പാതാളത്തിലേക്ക് ഒരു ജോഡിയാണ് കൊണ്ടുപോവാ. അപ്പൊ ഒന്നല്ല, ഒരു വലിയ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നെയ്ത് തരുമോ? പെട്ടെന്ന് നെയ്തും ഒരു വിഷയം. അപ്പോ ഇതിവിടത്തെ ഒരു സംഭവമാണ്. ആനമല റിസോർട്ടിലെ അവര് സ്വന്തം ഇതിലുണ്ടാക്കുന്ന ആനമല കൈത്തറി, ആനമല റിസോർട്ടിന്റെ കൈത്തറി, ആന കൈത്തറി, ഗംഭീര കൈത്തറി. അപ്പൊ ഇതിങ്ങനെ
ഒന്ന് കാണട്ടെ, നോമൊന്ന് കാണട്ടെ. ആ, ഇതാണ് സംഭവം. അപ്പോ നോമൊക്കെ നാട് ഭരിച്ചിരുന്ന കാലത്ത് ഇത് ഇങ്ങനെയായിരുന്നു. പിന്നെ റെഡിമെയ്ഡ് കൈത്തറിച്ചാലേ നൂൽബന്ധത്തെ വസ്ത്രബന്ധം ആകുന്ന പ്രക്രിയ അതാണ്. നൂൽബന്ധ അത് നൂൽബന്ധം വസ്ത്രബന്ധവും. അപ്പോ അല്ല, പക്ഷെ ഇപ്പൊ ഉള്ള ആൾക്ക് വസ്ത്രം വേണ്ട, നൂല് മതി. എങ്ങനെയാ കാലഘട്ടം മാറി, നേരത്തെ പറഞ്ഞ പോലെ അല്ലേ? അപ്പൊ ഒരു കാര്യമുണ്ട്, നോമ പറയാണ് ആനമല അല്ലേ? ആനമല 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 ഗജമല എന്നും പറയും. ഗജരാജമുഖി അല്ലേ? വിരാജിത മന്ദഗതി. അപ്പൊ മന്ദഗതി ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഈ ആനമല റിസോർട്ട് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോ ഹൈ എന്താ രസം. അപ്പോ ഇങ്ങോട്ട് വരാൻ പറയാലോ എല്ലാവർക്കാരോടും, ധാരാളം ഉണ്ട് കാണാൻ. അപ്പോ മറക്കണ്ട, ഇത് തിരുവല്ലാമലയ്ക്ക് പോണ വഴിക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ പരിപാടികളൊക്കെ? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, അത് കാണുന്ന ആളുകളൊക്കെ. സംഭവം തോമനങ്ങ് ഇഷ്ടായി, പാതാളത്തിലേക്ക് പോവാനേ തോന്നണില്ല. പക്ഷെ എന്താ ചെയ്യാ, 10 ദിവസം കഴിയുമ്പോ 5 ദിവസം മറ്റേ വിഷ്ണുവിന്റെ ഓർഡർ സ്വഭാവത്തിന്റെ ആൾക്കാരുള്ളപ്പോ ഇതിനെ നല്ലത് വമ്മനായിരുന്നു. വമ്മനായിരുന്നു. അപ്പോ ഇതൊക്കെ എന്താണെന്ന് നോക്കട്ടെ. അപ്പോ ഇതെല്ലാം ഇവിടത്തെയാണത്രേ. കാണാം, നോക്കിക്കോളൂ, വിശേഷമാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് തരും. മുണ്ട വരയുണ്ട്, ചുമപ്പുണ്ട്, ഈർക്കിലി കസവുണ്ട്. ഈർക്കിലി കസവ് ഇത് പെട്ടുവരിപ്പാതയാണോ? അത് ചൂല് കസവ്, ഈർക്കിലി കസവുണ്ടോ? എല്ലാ കസവുണ്ട്. ഇതൊക്കെ ഇവിടെ നെയ്താണോ? പിന്നല്ലാണ്ട് ഒന്ന് തുറന്നേ നോക്കട്ടെ. പറയുമ്പോലെ അല്ലാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി പറയണു, ആനമല. ഇത് ആനമല അവിടേക്ക് വന്നു കഴിഞ്ഞാലേ എന്താ കാണണ, എന്താ ചന്തം. ഇതങ്ങോട്ട് പിടിക്കുക. തിരുവല്ലോമല, ആനമല, രണ്ട് മല. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി തിരുവോണച്ചന്തം, ഏനുണ്ടോടി പുലിക്കളി ചന്തം. എല്ലാ ചന്തങ്ങളും കിട്ടും എവിടെ വന്നു കഴിഞ്ഞാല്. ഇവിടെ വന്നു കഴിഞ്ഞാ അപ്പൊ നന്നായിരിക്കണോ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകൾ നേരുകയാണ്, പ്രാർത്ഥനയുണ്ട്. വളരെ മനോഹരമായിരിക്കണോ. എന്തായാലും ഈ കാലത്തിന് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പോണ ഈ കാലഘട്ടത്തിൽ മതിയാവോ? തല മുഴുവനും പോയി തുടങ്ങിയല്ലോ. ഒന്നുമില്ല. കേശവാരം ഇപ്പൊ കോശഭാര ബഡ്ഡാരം താങ്ങാൻ വയ്യ. കോശഭാരം കേശവാരം കോശഭാരം കേശഭാരം ഇല്ല. കീശവാരം കേശവാരം ഇതില് ഒരു സാധനം ഉള്ളൂ. ഈ അടക്കി ഇടിച്ചു വെക്കാനുള്ള ചെപ്പ പുതിയതായി ഇടയ്ക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ഓ നോമിനെ സന്തോഷത്തോടെ. അപ്പൊ നോമിനെ ഒത്തിരി സന്തോഷമായി. വെറുതെ പറയല്ല കേട്ടോ, ഇതുവരെ പറഞ്ഞ കാര്യമല്ല. കാരണം ഇതുപോലെ കൈത്തറികളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാൻ തോന്നിയല്ലോ, മനസ്സ് നിറഞ്ഞു. മനസ്സ് നിറഞ്ഞിട്ടാണ് നോം പാതാളത്തിലേക്ക് പോകുന്നത്. ഇതിങ്ങനെ അങ്ങ് തുടരണം. ആയിക്കോട്ടെ. ഒരുപാട് പുതിയ തലമുറയിലെ കുട്ടികളെയൊക്കെ ഇത് കാണിച്ചു കൊടുക്കണം. അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവരൊക്കെ ഇത് കാണട്ടെ എന്ന് ആവട്ടെ. എല്ലാവർക്കും നല്ലത്. സംസ്കാരം നഷ്ടപ്പെടരുത്. നമ്മുടെ പഴയ സംസ്കാരം, നൂൽബന്ധ സംസ്കാരം പറയരുത്. വസ്ത്രബന്ധ സംസ്കാരം വരരുത്. അപ്പൊ സന്തോഷായിട്ടോ, നോമിന് ഒത്തിരി സന്തോഷായി. ഈ 2026 ആണ്ട് 1202 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു കൊല്ലത്തേക്ക്, അടുത്ത കൊല്ലത്ത് നോക്കാം, എല്ലാവർക്കും ശാന്തിയും സമൃദ്ധിയും സമാധാനവും സൗഹാർദ്ദവും സ്നേഹവും നിറഞ്ഞ ഓണവും ഒരു വർഷവും ഞങ്ങളെല്ലാവരും ചേർന്ന് ആശംസിക്കുന്നു. ഓണം ആശംസിക്കുന്നു.